GST സ്ലാബ് മാറ്റം പ്രാബല്യത്തിൽ. GST സമ്പാദ്യമേള തുടങ്ങിയെന്ന് സർക്കാർ. 375ഓളം ഇനങ്ങൾക്കാണ് നികുതി ഭാരം കുറഞ്ഞത്. വാഹന വ്യാപാരം ടോപ്പ് ഗിയറിൽ. അതേസമയം പെട്രോളും ഡീസലും ആശ്വാസ പരിധിക്ക് പുറത്ത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് വെവ്വേറെ നികുതി ചുമത്തി വരുമാനം കൂട്ടാനുള്ള വഴിയായി ഇത് തുടരുകയാണ്. മദ്യത്തിന്റെ കാര്യവും ഇത് തന്നെ. H1B വിസ കൊണ്ട് ട്രംപ് കളിക്കുമ്പോൾ IT കമ്പനികളും ഓഹരികളും വലിയ സമ്മർദ്ദത്തിൽ. വിവിധ കമ്പനികളുടെ ഓഹരി വില രാവിലെ ഇടിഞ്ഞത് 6% വരെ. സെൻസെക്സ് താഴ്ന്നത് 600 പോയിന്റോളം. സ്വർണമാകട്ടെ ഇന്ന് സ്ഥാപിച്ചത് 2 റെക്കോർഡ്. ആദ്യം ഗ്രാമിന് 40 രൂപ കൂടിയെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം 45 രൂപ കൂടി വർദ്ധിച്ചു. ഗ്രാം വില ഇപ്പോൾ 10,365. 8,310 കോടി രൂപ സമാഹരിക്കാൻ ലക്ഷ്യമിടുന്ന 31 IPO കൂടി ഈ ആഴ്ച ഓഹരി വിപണിയിലേക്ക്. കഴിഞ്ഞ ആഴ്ചത്തെ പ്രാരംഭ ഓഹരി വിൽപ്പനകളിൽ കസറിയത് അർബൻ കമ്പനി. ഓഹരി വില 4 വ്യാപാര സെഷൻ കഴിഞ്ഞപ്പോൾ IPOയുടെ ഡബിൾ. 6ഓളം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിൽപ്പന നടപ്പ് സാമ്പത്തിക വർഷം പൂർത്തിയാക്കാനുള്ള ഒരുക്കത്തിൽ സർക്കാർ. യൂക്കോ ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര എന്നിവയുടെ നിശ്ചിത ശതമാനം ഓഹരിയും ഇക്കൂട്ടത്തിൽപ്പെടും. LICയിലെ ഓഹരി അനുപാതവും കുറയ്ക്കും. പ്രകൃതി വിഭവ മേഖലയിൽ ഒരു പ്രധാന കമ്പനിയുടെ ഉപകമ്പനി ഓഹരികൾ IPOയ്ക്ക് വയ്ക്കും. ONGC എന്ന് സൂചന. വിഖ്യാത നിക്ഷേപകൻ വാറൻ ബഫറ്റിന്റെ ബെർക്ക്ഷയർ ഹാത്തവേ 17 വർഷമായി കൈവശം വെച്ച 22 കോടിയിൽ പരം BYD ഓഹരികൾ വിറ്റു. വരുമാനം എത്രയെന്ന് കൂടി കേൾക്കണം. 4500%. ഓഹരി എത്ര കാലം കൈവശം വെക്കണമെന്ന ചോദ്യത്തിന് ഇത് ലളിതമായൊരു ഉത്തരം. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.